ഹായ്, ഏവർക്കും സ്വാഗതം. ഞാൻ ബ്ലാക്ക്. നമ്മളിന്ന് പുതിയൊരു കറൻസിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പുതുവർഷത്തിൽ ഇന്ത്യക്ക് പുതിയൊരു കറൻസി കൂടി. ഇത് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരു ഞെട്ടലോട് കൂടിയായിരിക്കും കേൾക്കുന്നുണ്ടാവുക. കാരണം നമ്മൾ ഒരു വട്ടം നോട്ട് നിരോധനത്തെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു. സോ അത് നമുക്ക് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കാര്യമായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ബ്രിക്സ് രാജ്യങ്ങൾ ചേർന്ന് ഒരു പുതിയ കറൻസി രൂപീകരിക്കുകയാണ്. പുതുവർഷത്തിൽ ഇന്ത്യക്ക് വിനിമയം നടത്താൻ പുതിയൊരു കറൻസി കൂടി. ഈ കറൻസിക്ക് R5 എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഇത് ബ്രിക്സ് രാജ്യങ്ങൾ എല്ലാം ചേർന്ന് ഒരുമിച്ച് നിർമ്മിക്കുന്ന ഒരു കറൻസിയാണ്. ഇത് ബ്രിക്സ് രാജ്യങ്ങളുടെ പൊതു നിയന്ത്രണത്തിലും കൂടി ആയിരിക്കുന്നതാണ്. ബ്രിക്സ് രാജ്യങ്ങൾ ഒത്തുചേർന്ന് നിർമ്മിക്കുന്ന ഈ കറൻസി യൂറോ മാതൃകയിലായിരിക്കും പുറത്തിറക്കുക. അതായത് ഇതൊരു പൊതു കറൻസി ആയിരിക്കും. 5 രാജ്യങ്ങളുടെ പൊതു കറൻസി ആയിട്ടാണ് ഈ R5 എന്ന് പറയുന്ന കറൻസി പുറത്തിറങ്ങുക. ഇന്ത്യ, ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് ബ്രിക്സ് രാജ്യങ്ങളുടെ പട്ടികയിൽ വരുന്നത്. ഇവരെല്ലാവരും ഒത്തുചേർന്നാണ് നിലവിൽ R5 എന്ന് പറയുന്ന ഈ നാണയം രൂപീകരിക്കുന്നത്. ബ്രിക്സ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് അതിവേഗം വളരുന്ന സാമ്പത്തിക വ്യവസ്ഥകളുള്ള രാജ്യങ്ങളാണ്. ഇവ ഒത്തുചേർന്ന് നിർമ്മിക്കുന്ന R5 എന്ന കറൻസി തീർച്ചയായും ഒരു വിജയമായിരിക്കും എന്നാണ് കരുതുന്നത്. ഇതിന് യൂറോ പോലെ ശക്തി പ്രാപിക്കാൻ സാധിക്കും എന്നാണ് നിഗമനങ്ങൾ. എന്ന നിഗമനത്തിൽ ആണ് ഈ പദ്ധതി മുന്നോട്ടു പോകുന്നത്. കൂടാതെ അന്താരാഷ്ട്ര തലത്തിൽ ഡോളറിനും യൂറോയ്ക്കുമുള്ള വലിയ പ്രാതിനിധ്യം കുറയ്ക്കാനും അതുപോലെ അന്താരാഷ്ട്ര തലത്തിലേക്ക് R5 വളരാൻ സാധിക്കും എന്നും വിലയിരുത്തുന്നു. ഇന്ത്യയുടെ റുപ്പീസ്, റഷ്യയുടെ റൂബിൾ, ബ്രസീലിന്റെ റിയാൽ, സൗത്ത് ആഫ്രിക്കയുടെ റാൻ, ചൈനയുടെ റാൻമിൻബി എന്നിവ എല്ലാത്തിന്റെയും അക്ഷരം R ആരംഭിക്കുന്നത് കൊണ്ടാണ് ഈ നാണയത്തിന് R5 എന്ന പേര് നൽകിയിരിക്കുന്നത്. നിലവിൽ വിവിധ രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾക്ക് ലോക കരുതൽ കറൻസി കൈവശം വെക്കണമെങ്കിൽ ആ രാജ്യം US ഡോളറിൽ വ്യാപാരം നടത്തണം എന്നതാണ് നിലവിലെ സാഹചര്യത്തിലെ നിയമം. ഇത് 1944 മുതൽ നിലനിന്നു വരുന്ന ഒരു നിയമമാണ്. രണ്ടാം ലോക മഹായുദ്ധാനന്തരമാണ് US ഡോളർ ലോക വ്യാപാര ഉപാധിയായി മാറിയത്. നിലവിൽ 79 വർഷമായി ഇത് തുടർന്നു വരികയാണ്. ഈ സ്ഥാനം കരസ്ഥമാക്കാൻ വിവിധ രാജ്യങ്ങൾ പലതവണ ശ്രമിച്ചെങ്കിലും ഇതുവരെ സാധ്യമായിട്ടില്ല. എന്നാൽ R5 ഇതിനു സാധിക്കുമെന്ന് വിലയിരുത്തുന്നു. അതിനുവേണ്ടി തന്നെയാണ് R5 എന്നൊരു നാണയം പുതിയതായിട്ട് ബ്രിക്സ് രാജ്യങ്ങൾ ഒത്തുചേർന്ന് നിർമ്മിക്കുന്നത്. ലോക വ്യാപാരത്തെ നിയന്ത്രിക്കുക എന്നതാണ് R5 നാണയത്തിന്റെ ലക്ഷ്യം. ഈ നാണയം ഇന്ത്യക്കും വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയും ഇന്ത്യയുടെ ബിസിനസ് രംഗവും തീർച്ചയായും വളരുമെന്ന് കരുതുന്നു. താങ്ക് യു.